ഹലോ, ഇത് നമ്മളിവിടെ അവിയൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം എടുത്തിട്ടുള്ളത് ഉരുളിയാണ് കേട്ടോ. ഈ ഉരുളിയിലാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത്. അതിന് നമ്മളിവിടെ കഷ്ണങ്ങളൊക്കെ ഇടുകയാണ്. ഫസ്റ്റ് നമുക്കിവിടെ ചേന ഇട്ട് കൊടുക്കാം കേട്ടോ. കഴുകി വെച്ച കഷ്ണങ്ങളാട്ടോ. കഴുകി വെച്ച കഷ്ണങ്ങളാണ്. ചേന ഇട്ട് ഇളവനാണ് കേട്ടോ. ഇത് കുമ്പളെന്ന് പറയും നമ്മളിവിടെ. ഇളവൻ ഇട്ടിട്ടോ, ഇളവൻ. അടുത്തത് പയർ ഇടുക കേട്ടോ. പയർ എല്ലാ കഷ്ണം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെക്കണേ. പയർ കണ്ടില്ലേ, ക്യാരറ്റ്, പച്ചക്കായ കണ്ടില്ലേ, പച്ചക്കായ, പിന്നെ മുരിങ്ങക്ക കേട്ടോ. മുരിങ്ങക്കായ ഇതോടെ കിട്ടാൻ പ്രയാസമാണ്. മുരിങ്ങക്കായാണ് ഓണായിട്ട് ഭയങ്കര റേറ്റാണ്. നമുക്കിവിടെ കയ്പ്പയ്ക്ക കിട്ടിയിട്ടില്ല. അപ്പോൾ കയ്പ്പയ്ക്കയുടെ ഒരു കമ്മി ഇതിലുണ്ട് കേട്ടോ. അതിവിടെ ഇല്ല. കൊണ്ടുവന്ന പച്ചക്കറിയിൽ കയ്പ്പയ്ക്ക ഇല്ലാതെ പോയിട്ടോ. അപ്പോൾ ഇനി വേഗം കുറച്ചിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു. ഉപ്പിട്ട്, അപ്പോൾ ഇത്തിരി മുളകും പൊടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ചിടാം, വളരെ കുറച്ചിടാൻ പാടുണ്ട്. നമ്മളിവിടെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു കളറിനാണ്, കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അവിയലിക്ക് നമുക്കൊരു ട്രിക്ക് ഉണ്ട് അവിയൽ ഉണ്ടാക്കാൻ. അപ്പം നമ്മളിവിടെ ഇത്തിരി തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചേർത്താൽ മതി. ഇത് എന്തിനാണെന്നറിയോ, നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകണേന് ഒന്ന് ഈ തൈരോട് ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയാൽ മതിയിട്ട്. അന്ന് ഈ പച്ചക്കറിയുടെ കഷ്ണം ഉടയാതെ നല്ല വൃത്തിക്ക് വെന്ത് കിടക്കും കേട്ടോ. ഇങ്ങനെ മിക്സ് ആക്കിങ്ങാണ്ട് ഈ തൈര് കൂട്ടി മിക്സ് ആക്കാം കേട്ടോ. കുറച്ച് തൈര് കൂട്ടി മിക്സ് ആക്കിയാൽ എന്താ, പച്ചക്കറി കഷ്ണം നമുക്ക് ഉടയാതെ ഇതേ നീളത്തിൽ തന്നെ കിട്ടും കേട്ടോ. ഇതാണ് ഈ അവിയലിൻ്റെ ട്രിക്ക്. ഇതിങ്ങനെ ആരും വല്ലാതെ പറഞ്ഞു തരില്ല, പക്ഷെ അതാണ് ഈ അവിയലിൻ്റെ ട്രിക്ക് കേട്ടോ. പച്ചക്കറി കഷ്ണം കുഴയാതിരിക്കാനും അപ്പോൾ ഇത് നമ്മൾ ഗ്യാസിൽ വെക്കാൻ പോവാം കേട്ടോ. പിന്നെ ഇവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും പച്ചമുളക്. ഇതിലേക്ക് നമ്മൾ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. പച്ചമുളക്, തേങ്ങ, ചെറിയ ജീരകം. അപ്പം നമ്മൾ തേങ്ങ, പച്ചമുളക്, ചെറിയ ജീരകം ഇത് ചതച്ചിട്ടിട്ട് കേട്ടോ അവിയലിക്ക്. അപ്പം നമ്മൾ തൈരും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കുകയാണ്. അങ്ങനെ ഇപ്പോഴാണ് തൈര് ഒഴിച്ചെടുക്കൽ കേട്ടോ. കഷ്ണം ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഉടയാതെ കഷ്ണമൊക്കെ നീളത്തിൽ കിടക്കുകയാണ്. കണ്ടില്ലേ, കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ, കറിവേപ്പില ഇട്ടിട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. അവിയൽ റെഡി. സൂപ്പർ അവിയലാട്ടോ, അടിപൊളി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.